പെയിന്റ് വാങ്ങുമ്പോഴും ദാരിദ്ര്യം കാണിച്ചാൽ നിന്റെ വീട്ടിൽ പായലല്ല, ചിലപ്പോൾ അത് ഇടിഞ്ഞ് താഴെ വീഴും. ചേരയുള്ളിടത്ത് കോബ്ര വരില്ലെന്ന അത് അങ്ങനെ അല്ലല്ലോ. ചേരയുള്ളിടത്ത് കോബ്ര വരുമെന്നല്ലേ? ഇതിന് ഇണ ചേരുന്നത് ചേരയും കോബ്രയും തമ്മിലല്ലേ? അതിന് നമുക്ക് വാവാ സുരേഷിന് ഒരു എപ്പിസോഡ് പെൺകുട്ടികൾ പൊട്ടിയിടുന്നതിനെ കുറിച്ച് അണ്ണന്റെ അഭിപ്രായം പറഞ്ഞാൽ മതി. എനിക്കൊരു അഭിപ്രായമില്ല. ഇല്ല, പെൺകുട്ടികളല്ലോ, ഞാനല്ലോ. രണ്ട് കാര്യങ്ങളാണ്. നമ്മൾ ചിലത് സുഹൃത്തുക്കളുടെ ഇടയിൽ നിന്ന് പഠിക്കും, ചിലത് അധ്യാപകരുടെ അടുത്ത് പഠിക്കും. ബാക്കി പറയണ്ട. അത്രേ ഉള്ളു. പക്ഷെ പെയിന്റിങ്ങിനെ കുറിച്ച് നമ്മൾ കൃത്യമായിട്ടൊരു വീഡിയോ അടിപൊളിയായിട്ട് ചെയ്യും. അപ്പൊ ഇന്ന് തന്നെ വിഷയം, ഇന്ന് ശരിക്കും ഒരുപാട് പേര് കുറേ അധികം സജഷൻസ് പറഞ്ഞിട്ടുണ്ട് വീഡിയോയ്ക്ക്. അതിൽ ഒന്ന് ചളി കൂടുന്നതാണ്. ഓക്കെ, അതിലൊന്നെന്ന് പറയുന്നത് ചളി കൂടുന്നു എന്നാണ്. അതിൻ്റെ ആൻസർ കുറേ നമ്മുടെ പ്രേക്ഷകർ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എങ്ങനെ വീഡിയോ ചെയ്യണം എന്നൊക്കെ. പക്ഷെ ഒരുപാട് ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നുണ്ട്, സംശയമായിട്ടും വിമർശനമായിട്ടൊക്കെ. അപ്പോൾ അതിനൊന്നും പലപ്പോഴും നമുക്ക് മറുപടി കൊടുക്കാനായിട്ട് തിരക്കുകൾ മൂലം സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ആ കമൻസിനുള്ള മറുപടി ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത്, അല്ലേ? ഇത് ശരിക്കും ഒരു 5 വീഡിയോ എങ്കിലും ചെയ്താലേ കമൻസിന് മറുപടി പറഞ്ഞ് തീരുള്ളൂ, എല്ലാം തീരത്തുള്ളൂ. എന്നാലും നമുക്ക് കുറച്ച് രസകരമായിട്ട് തോന്നിയ, അല്ലെങ്കിൽ വളരെയധികം നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുള്ള കുറച്ച് കാര്യങ്ങളുടെ ഒരു റിപ്ലൈ വീഡിയോ. ചില കമന്റ് ഒക്കെ ഇയാളാ സെലക്ട് ചെയ്തത്, തെരഞ്ഞു പിടിച്ച് ഇതിന് ഞാൻ മറുപടി പറഞ്ഞോളാം. നമുക്ക് തുടങ്ങിയാട്ടെ. വെൽക്കം ടു അവർ പോഡ്കാസ്റ്റ് ചാനൽ ആർക്കിഫൈ ടോക്സ്. ഗെറ്റ് ആർക്കിഫൈഡ്. എന്തൊരു മറുപടി അല്ലല്ല, ഞാൻ ഈ തെരഞ്ഞെടുത്ത കമന്റ് എന്ന് പറയുമ്പോഴേ ആദ്യത്തെ ഒരു കമന്റ് ഉണ്ട്. നമുക്കത് വായിച്ചാലോ? ഫസ്റ്റ് സുനീർ. അതിന് മുൻപ് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഞങ്ങൾക്ക് 3 പേർക്കും ജോലിയുള്ള ആൾക്കാരാണ്, മീൻസ് ഞങ്ങളതായിട്ടുള്ള തൊഴിൽ ചെയ്യുന്ന ആൾക്കാരാണ്. ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ചാനലുള്ളതുകൊണ്ട് എനിക്ക് തോന്നുന്നു സുനീറും ഞാനും അരുണും ചാനലുകളിൽ മറുപടി കൊടുക്കാറുണ്ട്. പക്ഷേ ഇതിലോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് എപ്പോഴും സാധിക്കാറില്ല, അതുകൊണ്ടാണ് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ്. പക്ഷേ എങ്കിൽ പോലും നമ്പർ കൊടുക്കുന്നുണ്ടോ അണ്ണാ? ഇപ്പോൾ അടുത്തതിൽ ആദ്യത്തെ ഞങ്ങളുടെ റൊട്ടേഷൻ ബേസിൽ എൻ്റെ സുനീറിന്റെ നമ്പർ ഇട്ടോ കേട്ടോ. ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്പർ കൊടുക്കുന്നുണ്ട്. വ്യക്തമായ മറുപടി പറഞ്ഞു തരുന്നതായിരിക്കും. അല്ലെന്നുണ്ടെ അത് ആദ്യത്തിനെ വിളിച്ചിട്ട് കണക്ട് ചെയ്യണ്ടാണ്, ഞങ്ങൾക്ക് കണക്ട് ചെയ്തു. അപ്പൊ ലെറ്റ് സ്റ്റാർട്ട് മാഗി. ഈ ആദിത്യ എന്ന് പറയുന്നത് നമ്മുടെ എഡിറ്ററാണ് കേട്ടോ. നിങ്ങൾ ഏത് ആദിത്യൻ? താങ്കൾ പറഞ്ഞ പ്രകാരം കമന്റ് ശരിക്കും ഞാൻ സെലക്ട് ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. ഇതൊരു റാൻഡം സാധനമാണ്. പക്ഷെ ഇയാൾ അങ്ങനെ പറഞ്ഞതുകൊണ്ട്, DQ അങ്ങനെ പറഞ്ഞതുകൊണ്ട് തന്നെ നമ്മുടെ പ്രതീഷ് ടോം പുള്ളിക്കാരൻ കമന്റ് ചെയ്തിരിക്കുന്നതാണ്. ബ്രോ, ആ മുടിയുള്ള ചേട്ടനെ കൂടി മൊട്ട അടിപ്പിക്കുമായിരുന്നെങ്കിൽ അടിപൊളി ആയനെ. This channel is not getting bored because maybe you are mixing thugs. വിഗ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ നല്ല പാടാ. ശരിക്കും വിഗ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശരിക്കും പ്രതീഷ് ബ്രോ ഒന്നും പറയാനില്ല. ശരിക്കും ഇത്തരം കമന്റുകൾ ദയവ് ചെയ്ത് ഇട്ട് അയാളെ വേദനിപ്പിക്കരുത്. കേരളം കത്തും. അല്ല, ഇയാളെ സ്റ്റാൻഡേർഡ് മനസ്സിലായല്ലോ. ചളി. അതെ, അപ്പൊ അടുത്ത ചളി ഇല്ലാത്ത കമന്റ് DQ പിക്കി എടുക്കോ. അടുത്ത വായിച്ചോ. ഞാൻ സെലക്ട് ചെയ്തില്ല. ഞാൻ പറയാം, നിങ്ങൾ പറയണ്ട, ഞാൻ പറയാം. ഷബീർ ഹഷി അദ്ദേഹമാണ് ഈ കമന്റ് ഇട്ടിരിക്കുന്നത്. ഡിമോസ്ക. ആരാ ഡിമോസ്ക? സത്യത്തിൽ ഒന്നും വിട്ടു പറയുന്നില്ല, പ്രൊമോഷൻ ഓൺലി. ഡിമോസിന്റെ വീഡിയോയിൽ വന്ന കമന്റാണ് നമ്മൾ കഴിഞ്ഞ ലാസ്റ്റ് ചെയ്തത്. സക്കീർക്കയുടെ പേരാണ് ഡിമോസ്ക, അയാളുടെ പേരും മാറ്റി ഈ മനുഷ്യൻ. സത്യത്തിലൊന്നും വിട്ടു പറയുന്നില്ല, ഇത് പ്രൊമോഷൻ ഓൺലി. എന്നാ മറുപടി പറഞ്ഞു? ഞാനിതിനൊന്നും മറുപടി പറയാൻ എനിക്ക് താല്പര്യമില്ല. ആദ്യം അറിയാനുള്ളത് ഷബീർ ഏത് ഫർണിച്ചർ ഫാമിലാണ് വർക്ക് ചെയ്യേണ്ടത്, അല്ലേ? ഉറപ്പായിട്ടും ഫർണിച്ചർ ഫാമിലി വർക്ക് ചെയ്യുന്ന ആളായിരിക്കും. കൂടുതൽ എനിക്കൊന്ന് ഒരാളുടെ വീഡിയോ മറ്റൊരാളൊന്ന് കമന്റ് ചെയ്യുക, അങ്ങനെ ഒരു ഹാബിറ്റ് കോമൺലി കണ്ടുവരുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ. അതിനൊന്നും ആവശ്യമില്ല. നമ്മൾ പകരം ചെയ്യേണ്ടത് നമ്മളൊരു വീഡിയോ ചെയ്യുക എന്നുള്ളതാണ്. പകരം ചെയ്യാനുള്ള ഒരു പ്രൊമോഷൻ ആണെന്ന് പറയുന്നുണ്ട്. അതിനോട് മറുപടി പറഞ്ഞേക്കാം, ഇത് പ്രൊമോഷൻ വീഡിയോസ് ഒന്നും അല്ല നമ്മളിവിടെ ചെയ്യുന്നത്. നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? കൃത്യമായിട്ട് ഉത്തരം പറയാനുണ്ട്. നിങ്ങളുടെ കയ്യിലൊരു കണ്ടന്റ് ഉണ്ടെങ്കിൽ, അതായത്
പഴം വരുന്ന മാമങ്ങയാണെന്നുണ്ട് വായു. അതൊക്കെ എവിടെ നിന്ന് സംസാരിക്കാം. അപ്പം അതിന് വേറെ നമ്മൾ ആദ്യം തന്നെ ഈ പോഡ്കാസ്റ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞതാണ്, നിങ്ങൾക്ക് ആർക്കും ഇവിടെ വന്നിരിക്കാം. ഈ പറഞ്ഞതുപോലെ ഇന്നിപ്പോൾ ഇതിനകത്ത് ആരെങ്കിലും ഒരാളുടെ നമ്പർ വെച്ച് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു സംവിധാനം ചെയ്യുന്നുണ്ട്. ഇനി പേഴ്സണൽ നമ്മുടെ ഏത് അക്കൗണ്ടിൽ കയറിയാലും നമ്മുടെ നമ്പർ ഉണ്ടാവും. ഇല്ലെങ്കിൽ ഇത് കമൻറ്റ് ചെയ്തിട്ട് വരണം എന്ന് പറഞ്ഞ് നമ്പർ ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ട് വിളിക്കും. അപ്പോൾ അതുകൊണ്ട് ഷബീറെ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ അദ്ദേഹത്തിനെ കൊണ്ടുവന്നിട്ട് ഫർണിച്ചർ മേഖലയിൽ നടക്കുന്ന ഓഫറുകളെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം എന്നുണ്ട്. അത് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അയാളൊരു ഫാമിൻ്റെ MD കൂടിയാണ്, ഓണർ കൂടിയാണ്. അയാളൊരിക്കൽ നമ്മൾ ചോദിക്കുന്ന ഒരു പരിധിയുണ്ട്. അയാൾ പറയുന്നതിനകത്തൊരു അത് മനസ്സിലാക്കാനുള്ള ഇങ്ങനെ ചോദിക്കാറില്ല. അയാൾ വന്നിരുന്നത് ഞാൻ അതിന് ശേഷം നമ്മൾ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഒരു എഡിറ്റഡ് വെർഷൻ പോലും ഈ പറയുന്ന ആൾക്കാർക്ക് കൊടുക്കത്തില്ല. ഡയറക്റ്റ് അപ്ലോഡ് ആർക്കും തരത്തില്ല. അതുമല്ല, ഇപ്പൊ നമ്മൾ വളരെ കർശനമായിട്ട് ചോദ്യം ചോദിച്ചപ്പോൾ പുള്ളിക്ക് ചില കാര്യങ്ങൾ ഒഴിവാക്കേണ്ടി വരും. അത് തീർച്ചയായിട്ടും അങ്ങനെയാണ്. അതെ, പക്ഷെ നമ്മൾ സ്ട്രേറ്റ് പോയിന്റ് മാക്സിമം ചോദിച്ചു എന്നാണ് നമുക്ക്. എത്ര വയസ്സായി പറയാൻ പറ്റൂല. ചില കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റില്ല. അടുത്ത കമന്റ് പറയും. ഓക്കെ, അടുത്ത കമന്റ് പറഞ്ഞാല് ശ്രീകല മനോജ്, ഡബിൾ ചാർജ് GVT എന്ന് പറഞ്ഞാൽ എന്താണ്? അത് 2 കാറ്റഗറി ഓഫ് ടൈൽസ് ആണ്. ഡബിൾ ചാർജ് എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് കാലം തൊട്ടേ ഉള്ള ടൈലാണ്. 2 ലെയേഴ്സാണ് ടൈലിന് വരുന്നത്. ഒരു ടോപ്പ് ലെയർ, ആ ടോപ്പ് ലെയറിലായിരിക്കും അതിൻ്റെ ഡിസൈൻ വരുന്നത്. ചിലപ്പോൾ ഒരു 2 mm 3 mm തിക്നെസ് ഉണ്ടാവാം. അതിൻ്റെ താഴെ ഒരു ബേസ് ലെയർ ഉണ്ടാവും. ഓക്കെ, ഇതാണ് ഡബിൾ ചാർജിൽ വരുന്ന ഒരു കോമൺ രീതി. അതിൻ്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിമിറ്റഡ് ഡിസൈൻസ് ആണ് നമ്മൾ ഡബിൾ ചാർജിൽ കിട്ടുന്നത്. അതെ, അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഡ്യൂറബിലിറ്റി കൂടുതലാണ്. നമുക്ക് അത്യാവശ്യം നല്ല നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈലാണ് ഡബിൾ ചാർജ്. പുതിയ പ്രൊഡക്റ്റ് വരുന്നില്ല, പുതിയത് ഇപ്പോൾ മാർക്കറ്റ് ഇല്ല. ഡബിൾ ചാർജ് സൈസിലാണ് ഇപ്പോൾ വരുന്നത്, പക്ഷെ എന്നാലും അത്ര സെല്ല് ചെയ്യുന്നില്ല. ഇപ്പോൾ എല്ലാവരും GVTയുടെ പുറയിലാണ് പോകുന്നത്. ഇപ്പോൾ GVT എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ടൈലാണ്. നമുക്ക് നമ്മുടെ ഫോട്ടോ ആണെങ്കിലും ആ ഒരു ടൈലിൽ പ്രിന്റ് ചെയ്ത് എടുക്കാം. അതെ, ഗ്ലേസ്ഡ് വെട്രിഫൈഡ് ടൈൽ. അപ്പോൾ വെട്രിഫൈഡ് ബോഡിയാണ്. അതിൻ്റെ പ്രിന്റ് വരുന്നത് ഏറ്റവും ടോപ്പിൽ മാത്രമായിരിക്കും പ്രിന്റ് വരിക. ആ ടോപ്പിൽ കാണുന്ന ലെയറിലേ ഉണ്ടാവുള്ളൂ അതിൻ്റെ പ്രിന്റ്, ഡിസൈനും കാര്യങ്ങളൊക്കെ. ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ സ്ക്രാച്ച് കൂടുതൽ വീഴാം, എന്തെങ്കിലും ഒന്ന് ചിപ്പായാൽ തന്നെ ആ ഡിസൈൻ പോകാം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ്. പക്ഷേ ഇന്ന് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡാണ് GVT. ഇപ്പോൾ ട്രെൻഡിനൊപ്പം സഞ്ചരിക്കുക എന്നുള്ളതാണ് എല്ലാവർക്കും താല്പര്യം. പക്ഷേ ക്വാളിറ്റി അങ്ങ് ഭയങ്കര ക്വാളിറ്റി ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ക്വാളിറ്റി അല്ല, പക്ഷേ ട്രെൻഡാണ്. നെക്സ്റ്റ് അടുത്തത് നമ്മുടെ ഒരു പോൾ സൺ ഓഫ് ആഫേൽ, അങ്ങനെ തോന്നുന്നു. ശരിക്കും ഇന്നോവേറ്റിംഗ് ആയിട്ടുള്ള അവതരണ ശൈലിയാണ് ഈ പ്രോഗ്രാം മുന്നേറുന്നത്. 3 പേരുടെയും വൈദഗ്ധ്യവും അവതരണ സംഭാഷണ ശൈലിയും മികച്ചതാണ്. ഇതിൻ്റെ പിന്നണി പ്രവർത്തകർ ശരിക്കും പ്രൊഫഷണലായാണ് ഈ പരിപാടി ഒരുക്കിയിരിക്കുന്നത്. ആദിത്യൻ എഡിറ്റിംഗ് ആദിത്യനാണ് കേട്ടോ. ആദിത്യൻ നമ്മളൊരു ദിവസം കാണിക്കുന്നുണ്ടേ. ആദ്യമേ ഇതെന്തുട്ടാണ് എന്ന് തോന്നിയിരുന്നു. പക്ഷേ ഓരോ എപ്പിസോഡും TV-യുടെ മുന്നിൽ പിടിച്ചിരുത്താൻ തുടങ്ങിയപ്പോൾ നമ്മുടെ ദൃശ്യമാധ്യമ രംഗത്ത് നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ട് മികച്ചൊരു പരിപാടിയുടെ അഭാവം ഇവർ നികത്തിയിരിക്കുന്നു എന്നത് ഞാൻ വിലയിരുത്താൻ തുടങ്ങി. അത്യന്തം രസകരവും വിജ്ഞാനപ്രദവുമാണ് ഈ പരിപാടി. ഓരോ എപ്പിസോഡും മികച്ചത്. അഭിനന്ദനങ്ങൾ. വലിയ കമന്റ്. താങ്ക് യു സോ മച്ച്. ഇതിനോട് ഇടയ്ക്ക് ഞാനൊരു കാര്യം കയറി പറഞ്ഞോട്ടെ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമന്റ് ചെയ്യണം. ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഒരിക്കലും പറയാറില്ല. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ആദിത്യനാ പറഞ്ഞത് ഇതൊന്ന് പറയുവാണ് നന്നായിരിക്കും. ഇത് കാണുന്ന ആൾക്കാർ ഏറെയുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾക്കാർ വളരെ കുറവാണ്. സോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇത് തന്നെ, ഇത് കൊള്ളാം കേട്ടോ, കിടിലം കമന്റ്. അപ്പം നെക്സ്റ്റ് വായിച്ചോളൂ. നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന കമൻ്റാണ്. അടുത്തത് എനിക്കുള്ളതായതുകൊണ്ട് ഞാൻ തന്നെ അത് വായിക്കാം. എൻ്റെ സ്റ്റെയറിൻ്റെ ഇതായിട്ടാണ് പറഞ്ഞിരിക്കുന്ന ആളുടെ പേര് ബെൻസൺ, അതാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഡോക്ടർ ഇൻറ്റീരിയർ സ്റ്റെയർ അറ്റ് ഹോം ഡസൻ മീറ്റ് ദ നെസസറി സേഫ്റ്റി മെഷേഴ്സ്. അയാൾ പറഞ്ഞത് കറക്റ്റാണ് കേട്ടോ. സേഫ്റ്റി മെഷേഴ്സ് ഒന്നും മീറ്റ് ചെയ്യാതെയാണ് ഞാൻ എൻ്റെ സ്റ്റെയർ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ വിശ്വാസം എന്ന് പറയുന്നതും സേഫ്റ്റി എന്ന് പറയുന്നതും ഞാനതിനെ കാണുന്നത് വേറൊരു രീതിക്കാണ്. കാര്യം ഓരോരുത്തരുടെ വിശ്വാസം വ്യത്യസ്തമാണ്. സേഫ്റ്റിയുടെ കേസിലും അങ്ങനെയാണ്. ഞാൻ എൻ്റെ വീടിൻ്റെ വീഡിയോ ചെയ്ത സമയത്ത് ഞാൻ ആ സ്റ്റെയർ കയറി പോകുമ്പോഴേ പറയുന്നുണ്ട്, ഇത് സേഫ്റ്റി വേസിൽ അത്ര ബെറ്റർ സംഗതി അല്ല. ഓക്കെ, എൻ്റെ വീട്ടിലുള്ളത് 13 വയസ്സായ എൻ്റെ മകളും അതുപോലെ തന്നെ എൻ്റെ വൈഫും ഞാനും മാത്രമാണ്. ചെറിയ കുട്ടികളെടുത്ത് അത് തീർച്ചയായിട്ടും യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിനകത്തും തെന്നി വീണാൽ പോലും എന്തെങ്കിലും അപകടം സംഭവിക്കാം. അപ്പോൾ എൻ്റെ ഒരു എക്സസൈസിൽ ഉണ്ടാക്കുന്ന സാധനമാണ് അത്. ഈ പറഞ്ഞതുപോലെ അതിനകത്ത് സേഫ്റ്റി ഇഷ്യൂസ് ഉണ്ടെന്നുള്ളത് കാണുന്ന ആർക്കും മനസ്സിലാവും. എന്ന് പറഞ്ഞാൽ ആ സേഫ്റ്റി ഇഷ്യൂസ് ഉണ്ടെന്നുള്ള ഞാൻ അംഗീകരിക്കുന്നു, ഞാനതിനെ ഏൽക്കുന്നു. അല്ല, എനിക്കൊന്ന് ഇപ്പോഴത്തെ ഡിസൈൻ ട്രെൻഡിൽ സേഫ്റ്റി ഒന്നും അത്രയും പ്രയോറിറ്റി കൊടുക്കുന്നില്ല. സേഫ്റ്റി എന്ന് വെച്ചാൽ വേറെ ഗ്ലാസ് ഇല്ലേ, അല്ലേ, ഗ്ലാസ്. പിന്നെ അതുപോലെ സേഫ്റ്റി എങ്ങനെ നമ്മുടെ ലൈഫിന് അതായത്
അങ്ങനെ ഒരു സേഫ്റ്റി പോലും ഇല്ല, നമുക്ക് ഇപ്പൊ പറയാൻ ഡിസൈൻ ആണ് ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. കാരണം ചുമ്മാ ഗ്ലാസ് ഇല്ലേ, ഇങ്ങനെ ഇതൊക്കെ പറഞ്ഞിട്ട് ഇയാള് ബ്രസ്സാണ് ഇയാളെ കയ്യിലിരുന്നത്, അതിനകത്ത് അതൊക്കെ സേഫ്റ്റി ഇല്ലെന്ന് BMW പറഞ്ഞിട്ട് ഇയാള് BMW എടുത്ത്. കീ നോക്കിയിട്ടുണ്ട്. എന്നിട്ട് key നോക്കിയിട്ടോണ്ടിരിക്കുന്നത്. പക്ഷെ ഇവിടെ ഈ കാണാൻ പറ്റത്തില്ല. അതെ സേഫ്റ്റി ഇല്ലെന്ന് പറഞ്ഞാൽ അല്ല എടുത്തത്. പിന്നെ ചോദിച്ചാ പറയാ 10 പേര് കാണണ്ടേത്. അണ്ണ വിഷയം പറയും. അത് വെറും കൊതി. അതുകൊണ്ട് അത് സേഫ്റ്റി ഇല്ല. ഇപ്പം ഞാൻ എൻ്റെ വീട്ടിൽ 2-3 വയസ്സുള്ള കുട്ടിയാണുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഞാനത് അങ്ങനെയല്ല ഉണ്ടാക്കിയെടുക്കുക. അത് വേറെ രീതിക്കായിരിക്കും, തീർച്ചയായിട്ടും സേഫ്റ്റി മെഷേഴ്സൊക്കെ വെച്ചിട്ടായിരിക്കും. പക്ഷേ ഇത് ഞാൻ എൻ്റെ ഒരു എക്സസീയുടെ പുറത്ത്, എൻ്റെ ഒരു ആനന്ദത്തിൻ്റെ പുറത്ത്, എൻ്റെ ഒരു എന്താ പറയുക ഭ്രാന്തിൻ്റെ പുറത്ത് ഉണ്ടാക്കിയ സാധനമാണ്. അത്രേ ഉള്ളൂ. അങ്ങനെ തന്നെ വിചാരിക്കാം. വെറുതെ പറഞ്ഞാലും കറക്റ്റ് ആണ്. സീരിയസ് ആയിട്ട് പറഞ്ഞാ അയ്യൻ്റെ മോനെ ഭ്രാന്തില്ലാത്ത 2 പേരെ ഇരിക്കുന്നത്. അതുകൊണ്ട് അടുത്ത സംഗതി പറ, ഞാൻ അംഗീകരിച്ചു. അടുത്ത സുധീറിനുള്ള കമന്റ് കേട്ടോ. പെയിന്റ് വാങ്ങുമ്പോഴും ദാരിദ്ര്യം കാണിച്ചാൽ നിന്റെ വീട്ടിൽ പായലല്ല, ചിലപ്പോൾ അത് ഇടിഞ്ഞ് താഴെ വീഴും. അകത്തിടേണ്ട പുട്ടി പുറത്തിട്ടാൽ വെള്ളം ഉള്ളിലേക്ക് വലിക്കും. അകത്തിടേണ്ട പുട്ടി പുറത്തിട്ട പുട്ടി തന്നെയല്ലേ? അത് ആരുടെ കമന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വാട്ടർ പ്രൂഫ് ഇടണം, വാട്ടർ പ്രൂഫ് പുട്ടി ഇടണം. അങ്ങനെ പുട്ടിയുണ്ടോ? എക്സ്റ്റേണൽ പുട്ടിയുണ്ട്, അത് വാട്ടർ പ്രൂഫ്. എന്നിട്ട് അതിന്റെ മുകളിൽ MRF പെയിന്റ് അടിക്കണം. MRF പെയിന്റിന് അടിക്കണം, വേറെ പെയിന്റ് ഒന്നും ഇല്ല കേട്ടോ. ഇല്ലെങ്കിൽ റോയലി വാങ്ങി അടിക്കുമോ? റോയലി വാങ്ങി അടിക്കാം. റോയൽ ഏഷ്യൻ പെയിന്റ്സിന്റെ. പ്ലാസ്റ്റിക് ഓയിൽ കണ്ടന്റ് കൂടുതലാണ് അടുത്തിരിക്കുന്ന മോണകൾക്ക് അത് അറിയില്ല. മൊണ്ണകൾക്ക് അറിയില്ല. ഒന്നുമില്ല, ഇത് നിങ്ങളല്ലേ പറഞ്ഞു, അപ്പൊ നമ്മളെ ആയിരിക്കും പറഞ്ഞത്. അറിയില്ല. അതുകൊണ്ട് ആണ് ചിരിച്ചോണ്ടിരിക്കുന്നത്. നമ്മളെന്ത് പറഞ്ഞാലും ചിരിക്കും, നമ്മളെ ചീത്ത വെച്ചാലും. ബിബിൻ ബാലൻ പെയിന്ററാണ് പുള്ളി. ബാലൻ പേരിൽ തന്നെ ബാലിശമായിട്ടുള്ള ഒരു കമന്റാണ് അതിനകത്ത് ബാലൻ ചേട്ടൻ്റെ. ചേട്ടാ, ഈ എൻ്റെ വീട്ടിൽ പുട്ടിയിട്ട് കളവുന്ന പ്രശ്നമല്ല ഞാൻ പറഞ്ഞത്. നമ്മൾ സംസാരിക്കുന്ന ഈ പോഡ്കാസ്റ്റിൽ വന്നിരുന്നിട്ട് ഞങ്ങളുടെ വീട്ടുകാര്യങ്ങളല്ല ഞങ്ങൾ സംസാരിക്കാറുള്ളത്. തീർച്ചയായിട്ടും. അല്ല, അതിനകത്ത് ഒരു കാര്യം ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്തോട്ടെ. നമ്മൾ ആ വീഡിയോയിൽ പുട്ടി ഇടരുതെന്നോ ഒന്നും പറഞ്ഞില്ല. അതിനകത്ത് ഒരു സ്പേസ് മാത്രമാണ് ഇതിനെക്കുറിച്ച് സംസാരിച്ചത്. അപ്പോൾ ഇത് ഇടരുതെന്നോ ഒന്നും പറഞ്ഞില്ല. നമ്മൾ അതിനകത്ത് പറഞ്ഞത് പുട്ടി ഇട്ടപ്പോഴാണ് ഇത് വിസിബിൾ ആയത് എന്നാണ്. അങ്ങനെയാണ് പറഞ്ഞത്. എനിക്കൊന്ന് പലരും അത് കേട്ടില്ല എന്ന് പറഞ്ഞു. എന്നെ പലരും അത് മനസ്സിലാക്കുന്നത് തന്നെ വേറൊരു രീതിയിലാണ് മനസ്സിലാക്കിയത്. അതുകൊണ്ട് ഇപ്പൊ നമ്മൾ പണ്ട് ഇതുണ്ടായിരുന്നു, ക്യാപിറ്റൽ ആക്ഷൻ ഉണ്ടായിരുന്നു, അത് നമ്മളത് കണ്ടില്ല. പുട്ടി എടുത്തോണ്ട് അത് വ്യക്തമായി കണ്ടു. എന്ന് പറയുന്ന ഒരു എക്സ്റ്റേണൽ ലെയർ ആണ്, ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് ചെയ്യുന്ന എക്സ്റ്റേണൽ ലെയർ ആണ്. അപ്പം ഈ ക്യാപിലറി ആക്ഷൻ വരുന്ന സമയത്ത് ഇത് ഒരു നേരത്തെ പാട പോലെ ഇളവി വരാനുള്ള സാധ്യത കൂടുതലാണ്. അതെ. ഇത് എന്തുകൊണ്ട് പുട്ടിയെ വിമർശിച്ചു എന്ന് പറയുന്നത് ബാലൻ ചേട്ടാ, അതായത് പെയിന്റ് കമ്പനികൾ പലരുടെയും പായലേ വിട പൂപ്പലേ വിട എന്നൊക്കെയാണ്. ചേട്ടന് നല്ല രീതിയിൽ പണി അറിയാവുന്ന ആളാണെങ്കിൽ ഞങ്ങളുടെ ഒരു സൈറ്റിൽ വന്നിട്ട് ചേട്ടൻ ചെയ്യും. എനിക്കൊരു ചേട്ടൻ വാറണ്ടി തരണം. ഈ പറയുന്ന 10 ഇയർ ലോങ് ലൈഫ് എന്ന് പറയുന്ന പെയിൻറ്റിൽ ഒരു കാരണവശാലും 10 വർഷത്തേക്ക് ചേട്ടൻ ചെയ്യുന്ന പെയിൻറ്റിങ്ങിന് ഒരു കംപ്ലൈൻറ്റ് വരില്ല എന്നുള്ളത്. പോട്ട് 10 വേണ്ട, ഒരു 5 വർഷം ചേട്ടന് അതിനൊരു വാറണ്ടി തന്നിട്ട് അത് ചെയ്യാൻ പറ്റുമെങ്കിൽ വളരെ സന്തോഷം. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ പുട്ടി ഇടരുതെന്ന് ഞങ്ങൾ പറഞ്ഞില്ല. പുട്ടി ഇടുന്നത് കൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ കൂടുതലായിട്ട് വിസിബിൾ ആവുന്നതെന്നാണ് പറഞ്ഞത്. ഇത് ഞങ്ങളുടെ പ്രോജക്റ്റുകളിലൊക്കെ ഞങ്ങൾ പുട്ടി ഉപയോഗിക്കാറുണ്ട്. നിങ്ങളുടെ വീട്ടിലൊക്കെ ചെയ്തിട്ടില്ലേ? അതിൻ്റെതായ ഗുണങ്ങളും ദോഷങ്ങളും പുട്ടിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഈ മൊണ്ണയെന്നൊക്കെ വിളിക്കുമ്പോഴത്തേക്ക് അറിയില്ല. നമ്മൾ രണ്ട് കാര്യങ്ങളാണ്. നമ്മൾ ചിലത് സുഹൃത്തുക്കളുടെ ഇടയിൽ നിന്ന് പഠിക്കും, ചിലത് അധ്യാപകരുടെ അടുത്ത് പഠിക്കും. അത്രേ ഉള്ളു. പക്ഷെ പെയിന്റിങ്ങിനെ കുറിച്ച് നമ്മൾ കൃത്യമായിട്ടൊരു വീഡിയോ അടിപൊളിയായിട്ട് ചെയ്യും. തീർച്ചയായിട്ടും. അപ്പോൾ ഇനി അടുത്തത് നിങ്ങൾ പറഞ്ഞു, അടുത്ത വായിച്ചോ. സിംഗിൾ ഫേസ് 3 ഫേസ് ഇതിനെക്കുറിച്ചൊരു വിശാലമായ ഒരു വീഡിയോ പ്രതീക്ഷിക്കുന്നു. എത്ര AC വർക്ക് ചെയ്യാം, എത്ര തുകയാകും, എല്ലാം ചേർത്ത്. അപ്പോൾ ഒരു വീഡിയോ പ്രതീക്ഷിക്കുന്നു എന്ന് പറയുന്നതുകൊണ്ട് തന്നെ നമുക്കതൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അതായത് ഒരു സിംഗിൾ ഫേസിലൊക്കെ മാക്സിമം ഒരു 2 AC ഒക്കെയാണ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞോണ്ട് പക്ഷേ അത് നെവറായിട്ടൊന്നും ചെയ്യുന്നതൊക്കെയാണ് പറയുന്നത്, ഓവർലോഡ് ആവുന്നു. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ കൃത്യമായിട്ടുള്ള നമുക്കൊരു വീഡിയോ ചെയ്യാം അല്ലേ. അടുത്ത വായിക്കട്ടെ. ഉറുമ്പിനെക്കുറിച്ച് പറഞ്ഞില്ല, ഇപ്പോൾ എല്ലാ വീട്ടിലും ഉറുമ്പിൻ്റെ ശല്യമുണ്ട്. ഉറുമ്പിനെക്കുറിച്ച് പറഞ്ഞില്ല എന്ന് പറയുന്നത് ചിത്ര എന്ന് പറഞ്ഞ മേഡമാണ്.
ഉറുമ്പിനെ കുറിച്ച് പറയുക എന്ന് പറഞ്ഞാൽ അങ്ങനെ എല്ലാ വീട്ടിലുണ്ട്. ഈച്ച പോലെ തന്നെ ഭയങ്കര വിഷയമായിട്ടുള്ള സാധനം ഉറുമ്പ്. ഇതിൻ്റെ ഉറുമ്പിനെ തുരത്താനായിട്ടുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറഞ്ഞാൽ ആ ഒരു നമ്മുടെ വീട് കൃത്യമായിട്ട് നല്ല വൃത്തിയിൽ സൂക്ഷിക്കുക എന്നുള്ളതാണ്. അതിനെ അട്രാക്ട് ചെയ്യുന്ന എല്ലാ സാധനങ്ങളും മാക്സിമം ഒഴിവാക്കുക എന്നുള്ളത് ഒരു കാര്യമാണ്. അതൊരു പൂർണ്ണമായിട്ടുള്ള ഒരു മെത്തേഡ്. അത് എത്രമാത്രം പോസിബിൾ ആണ് സംശയം. കാര്യം മധുരമുള്ള എന്ത് വസ്തു നമ്മുടെ വേസ്റ്റായിട്ട് ചെറിയ പാർട്ടികൾ, ഇപ്പോൾ ഒരു പഞ്ചസാര പാർട്ടികളാണേലും ബാക്കി കിടന്നു കഴിഞ്ഞാൽ ഉറുമ്പ് അത് ചുമന്നുകൊണ്ട് പോകുന്നു നമുക്ക് കാണാം. പഞ്ചസാര മാത്രമല്ല, മധുരം എന്ത് സാധനമാണ് ഡെലിക്കേറ്റ് ആയിട്ടുള്ള എല്ലാ സാധനവും മിക്കവാറും എടുക്കാൻ സാധ്യതയുണ്ട്. അതിൽ എനിക്ക് ഈയിടയ്ക്ക് നമ്മുടെ ദീപുച്ചേട്ടൻ പറഞ്ഞു തന്ന ഒരു ഐഡിയ എന്ന് പറയുന്നത് അഗ്രികൾച്ചറൽ യൂട്യൂബിൽ നിന്ന് ഞങ്ങളുടെ എല്ലാവരുടെയും സുഹൃത്താണ്. പുള്ളി പറഞ്ഞ എന്നാന്ന് വെച്ചാൽ ഈ എന്താ പറയുക, കർപ്പൂരവും തുളസിയിലയും ചേർന്നിട്ടുള്ളൊരു മിശ്രിതം. ഇനി അതല്ല വേപ്പെണ്ണയില്ലേ, അതിൻ്റെ മിശ്രിതം, വേപ്പിൻ മിശ്രിതമൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് ഒരു പരിഹാരം ഉണ്ടാകുന്ന. ഇനി അതല്ല സാധാരണ ഉപയോഗിക്കുന്ന ഒരു സാധനത്തിൻ്റെ പേര് പറയാം. ഇത് പോയിസണസ് ആണ്, ഹൈലി പോയിസണസ് ആണ്. രാസവളക്കടകളിലാണ് ഇത് കിട്ടുക. പേര് ജമ്പ് എന്നാണ്. അത് ഇതിനല്ല, ഈ ഉറുമ്പിനല്ല, അതിൽ വലിയ കടിയുറുമ്പുണ്ടല്ലോ, അതിനെ കോളനികൾ ഇല്ലാതാക്കാനായിട്ടുള്ള പരിപാടിയാണ് ഈ ജമ്പ് എന്ന് പറയുന്ന സാധനം. ഈ ഉറുമ്പ് എന്ന് പറഞ്ഞാൽ ചോദിച്ചിരിക്കുന്ന ഉറുമ്പെന്നാണ്. അവര് കടിക്കണ കടിയുറുമ്പിന്റെ മറ്റേ ചോണനുറുമ്പ് ചുമന്ന ഇതിലെ പുറത്തൊക്കെ മരത്തിനകത്ത് പുറത്തിലും പ്രശ്നം വരും. ഇതിനകത്ത് പോയിസണസാ, ഭയങ്കര പോയിസണസാണ്. 2 ഗ്രാമാണ് അത് കിട്ടുക, മേടിക്കാൻ കിട്ടുക. ഒറിജിനൽ സാധനം വാങ്ങിക്കണം, ചുമ്മാ പാക്കറ്റിൽ ഇതിട്ടുണ്ട്, വളക്കടയിലൊക്കെ ഉണ്ട്. അത് മേടിച്ച് 5 ലിറ്റർ വെള്ളത്തിൽ ഇത് മിക്സ് ചെയ്ത് നമ്മുടെ വീടിൻ്റെ വെളിവശം വഴി ഇതടിക്കുക. സ്പ്രേ ചെയ്താലും മതി. ഉള്ളിടത്ത് സ്പ്രേ ചെയ്ത് ഇവൻ കൊണ്ടുപോയി എല്ലാവരും തീർത്ത് കളയും. പക്ഷേ എനിക്ക് വീട്ടിൽ പ്രശ്നമായിരുന്നു, ആ മാവിൽ ഇത് ഭയങ്കര പ്രശ്നമായിരുന്നു. നമ്മുടെ ഓക്കോലത്തീഫ് പൊന്നാകാണിച്ചീര പുള്ളി പറഞ്ഞു, ഞാൻ പുള്ളിയെ വിളിച്ച് അപ്പൊ ഇങ്ങനെ സാധനം ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ വേറൊരു വീഡിയോ ഉണ്ട്, മാവിൽ ഉറുമ്പ് കയറുന്നതിനെ കുറിച്ചിട്ട് ഇയാളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതായത് ഷുഗറുള്ള ആളുകൾ ഇതിന്റെ മൂട്ടിൽ മൂത്രം ഒഴിക്കരുത്. പിന്നെ ലിങ്ക് ഇപ്പൊ ഇതിനകത്ത് അയ്യോ അടുത്ത കമന്റ് വായിക്കും. അപ്പൊ അതാണ് ഇനി ജമ്പ് ഉപയോഗിക്കുമ്പോൾ കർപ്പൂരം നല്ല കേട്ടോ, നമ്മളിവിടെ കർപ്പൂരം അതിന്റെ മിശ്രിതവും പിന്നെ അതുപോലെ വേപ്പണം. അതാകുമ്പോൾ പിള്ളേരൊക്കെ എടുത്ത് എന്തായാലും കൈ തൊട്ട് വായിൽ പോയെന്ന് വെച്ചാൽ പ്രശ്നമില്ല. മറ്റൊന്ന് പറഞ്ഞാൽ വയലിൽ പോയി. ഇത് വീണ്ടും പല്ലി എൻ്റെ വീട്ടിലൊന്നും പോലും ഇല്ല, കാരണം കണ്ടാൽ അപ്പോൾ തന്നെ തല്ലിക്കൊല്ലും. പല്ലിയോ? ആരാ പേര്? അടുത്തത് അജയുടെ വീട്ടിൽ ഉപയോഗിച്ച സ്വിച്ച് ഏതായിരുന്നു? സ്വിച്ചിനെ പറ്റി ഒരു വീഡിയോയിൽ അധികം ഒന്നും പറഞ്ഞു കണ്ടില്ല, അതുകൊണ്ട് ചോദിച്ചാണ്. ഫൈബ്രോസ് കുന്തൻ ക്യാബ് എന്ന് പറഞ്ഞിട്ടുള്ള സ്വിച്ച്. ഫൈബ്രോസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പലരും പറഞ്ഞൊരു സാധനമാണ്, ഇത് പുതിയ ബ്രാൻഡ് അങ്ങനെ എങ്ങനെ. അതൊന്നുമല്ല. കുന്തൻ ക്യാബ് 55 വർഷമായിട്ട് നമ്മുടെ ഇന്ത്യയിലുള്ള ബ്രാൻഡാണ് കുന്തൻ ക്യാബ്. അവർ എന്താ പറയുക, റീബ്രാൻഡ് ചെയ്ത് ഫൈബ്രോസ് എന്ന് പറഞ്ഞ പേരില്ല വന്നു. 35 രൂപയായിരുന്നു. ഞാൻ 35 രൂപയുടെ മേടിച്ചത്. 35 രൂപ തൊട്ട് മുകളിലോട്ടുള്ളതുകൊണ്ട് അവർക്ക് ആ സ്വിച്ചാണ് യൂസ് ചെയ്യുന്നത്. നമ്മളതിൻ്റെ ഒരു വീഡിയോ, ഞാൻ എൻ്റെ പർച്ചേസ് വീഡിയോ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. പിന്നെ അത് സെപ്പറേറ്റ് എടുത്ത് കാണിക്കാൻ വെക്കുന്ന ഒരു സാധനം അല്ലാത്തതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് ഒഴിവാക്കി കളഞ്ഞത്. ബാത്റൂമിൽ കോക്രോച്ച് കയറാതിരിക്കാൻ ഡ്രെയിനിങ്ങിൽ എസ് ട്രാപ്പ് പോലെ യു ബെൻഡ് അടിച്ച് വെച്ച പോലെ. എന്താ ഉദ്ദേശിച്ചത്? അതായത് കോക്രോച്ച് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് മറ്റേ കോക്രോച്ച് പ്രൊട്ടക്റ്റുകളുണ്ട് ഡ്രെയിൻ ഇതിനകത്ത് വരുന്നത്. അതെ, ഇപ്പം നമുക്ക് 2 ടൈപ്പ് ആണല്ലോ വരുന്നത്. ലോങ് ഡ്രെയിനും വരുന്നുണ്ട്, നമ്മുടെ സ്മോൾ ഡ്രെയിനും വരുന്നുണ്ട് പല ഷേപ്പിൽ. അപ്പം അതിനകത്ത് ഈ താഴെ വീണ്ടും അതിനകത്ത് ഒരു എൽബോയോ അതൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. ഇത് സിമ്പിളായിട്ട് അതിൻ്റെ കൂട്ടത്തിൽ കിട്ടുന്നൊരു സാധനമാണ് കോക്രോച്ച് പ്രൊട്ടക്ടർ എന്ന് പറഞ്ഞത്. അത് യൂസ് ചെയ്യാന്നുള്ളതാണ്. അടിയിൽ നിന്ന് കയറി വരത്തില്ല. അതെ, അവിടെ ഒരാൾ BMW വാങ്ങി ചെലവ് ചെയ്തോ. ജസ്റ്റിൻ ഫെർണാണ്ടസ്. അവിടെ ഒരാൾ BMW വാങ്ങി ചെലവ് ചെയ്തു. ഒരു ചെലവ് ചെയ്തിട്ടില്ല, അതിനിവിടെ പ്രസക്തി ഇല്ല. അതിന്റെ പ്രസക്തി നമ്മൾ തീർത്തിട്ടേ വിടത്തുള്ളൂ. ചേടാ ജീവിക്കാൻ സമ്മതിക്കുകയല്ലോ. മാഷന്മാരെ കാണിച്ചക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ണീച്ച, അതാണ് ഉദ്ദേശിച്ചത്. മാഷന്മാരെ കണ്ണീച്ചക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നാട്ടോ ഉദ്ദേശിക്കണെന്ന് തോന്നണേ. കണ്ണീച്ച എന്തോ സാധനം? കണ്ണീച്ച എന്താ ഐറ്റം? മറ്റേ പറന്ന് ചെറിയ സാധനമാണല്ലോ, പറന്നിങ്ങനെ കണ്ണിൽ വരുന്നത്. അതാണ് പൂവീച്ച സാധനമാണ് കണ്ണീച്ച. നമ്മുടെ നോർമൽ ഈച്ച ആയിരിക്കും. അത് ഓക്കെ ലത്തീഫിനെ കൊണ്ടുവരാമോ ഒരു ദിവസം, അല്ലെങ്കിൽ എനിക്ക് മനസ്സിലായല്ലോ. എനിക്ക് ചെറിയ ഈച്ചയില്ലേ, പൊടി ഈച്ച, കണ്ണിൽ പോകുന്ന ഈച്ച ആയിരിക്കും കണ്ണീച്ച എന്ന് പറയുന്നത്. അതായത് ഈ ചെറിയ മറ്റേ വലിയ ഈച്ച അല്ലാതെ കുഞ്ഞു ഈച്ച.
ഈ വെട്ടത്തിലൊക്കെ വരുന്നതായിരിക്കും ഉദ്ദേശം, വെളിച്ചത്തൊക്കെ വരുന്ന സാധനം. ഞങ്ങൾ ചെയ്യാറുള്ള പരിപാടി ഞാൻ പറയട്ടെ, വണ്ടി കയറുന്ന പരിപാടി പറയട്ടെ. അതാണെങ്കിൽ ഈ പേപ്പറില്ലേ അതിൽ എണ്ണ തേക്കും. എണ്ണ തേച്ചിട്ട് ഈ സാധനം ഈ ലൈറ്റിൻ്റെ അവിടെ കെട്ടി തൂക്കിയിടും. അണ്ണ എല്ലാം എണ്ണയുടെ പരിപാടിയാണ്. നമ്മൾ 5 പ്രാവശ്യം കണ്ണടക്കും, അപ്പൊ ഈച്ച വന്ന് ഇത് പറയുന്നതൊക്കെ ഞാൻ ചെയ്തത് ഞാൻ പറയാം. ഞങ്ങളുടെ അച്ഛനൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഈ ലൈറ്റിൻ്റെ അവിടെ കുമ്പിൾ കുത്തും. കുമ്പിൾ കുത്തിയിട്ട് എണ്ണ അതിനകത്ത് തേച്ചിട്ട് ഇതുകൊണ്ട് അവിടെ കെട്ടി തൂക്കിയിടും. ഈ കുമ്പിളിനകത്ത് പിറ്റേ ദിവസം ഒരു കൊട്ട ഈച്ച ഉണ്ടാവും ഈ സാധനം. പിന്നെ അതല്ലെന്നുണ്ടെങ്കിൽ എന്ത് വെച്ചാൽ ഈ ലൈറ്റിന് താഴെ വെള്ളം വെക്കും. റിഫ്ലക്ഷൻ, ഇവൻ വെള്ളത്തിൽ പോവും. ഇങ്ങനെ 2 പരിപാടികൾ എൻ്റെ പ്രാക്ടിക്കൽ ലൈഫിൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഈ കണ്ണീച്ച അല്ലല്ലോ നമ്മുടെ ഈ രാത്രി വരുന്ന മറ്റേ അതിന്റെ കാര്യം പറഞ്ഞേക്കണേ. അത് തന്നെയാ പൂവീച്ച എന്നൊക്കെ പറയുന്ന സാധനത്തിന്റെ കാര്യം പറഞ്ഞേക്കണേ. അടുത്തത് വായിക്കി. അതിനകത്ത് വേറൊരു ചോദ്യം. 1900 സ്ക്വയർ ഫീറ്റ് സിംഗിൾ ഫ്ലോർ MEP ഡ്രോയിങ് 25K പറഞ്ഞത് കൂടുതലാണോ? പ്ലീസ് റിപ്ലൈ. എത്ര രൂപ, എത്ര സ്ക്വയർ ഫീറ്റ്? 1900 സിംഗിൾ ഫ്ലോർ MEP ഡ്രോയിങ് ആണ്, മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് വരുന്നതാണ്. അതിൽ 25K അത് കൂടുതലാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തരുടെ പ്രൊഫഷണലിസം പോലെ അതാണ് ഞാൻ പറഞ്ഞത്. അത് നമുക്ക് ഓരോ ആൾക്കാരും ഓരോ തരത്തിലാണ് ഇത് ചാർജ് ചെയ്യുക. പിന്നെ ഡ്രോയിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഒരു സാധാരണ നമ്മൾ പറഞ്ഞ കണക്ക് ഒരു ഇതുണ്ട്, ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ഫീ ഉണ്ട്. പക്ഷെ പല ആൾക്കാരും പല രീതിയിലാണ് അത് മേടിക്കുക. അതിനെക്കുറിച്ചിട്ട് നമുക്കൊന്നും പറയാനില്ല. ഇപ്പോൾ ഒരു സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ആർക്കിടെക്ട് അയാൾ ഇത് സൂപ്പർവിഷൻ അടക്കം 90 രൂപ തൊട്ട് 150 രൂപ തൊട്ട് മേടിക്കുന്ന, ഡിസൈനിങ് മാത്രമാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു 25 രൂപ തൊട്ടും 30 രൂപ തൊട്ടും മേടിക്കുന്ന ഡിസൈനേഴ്സ് മാത്രമാണ്. അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ സാധനങ്ങളാണ്. എനിക്കറിയുന്ന വയനാട്ടിലുള്ള ഒരു പയ്യൻ 6 രൂപയ്ക്ക് എടുത്തിട്ടുണ്ട്. ഞാനോട് പറഞ്ഞിട്ടുണ്ട് ഇത് നീ അണ്ടർ റേറ്റ് ചെയ്തിരുന്നു. ടു ബി ഫ്രാങ്ക്, അതിന്റെ വേറൊരു കേസ് ഇപ്പൊ പറയാം. ഇപ്പൊ നമുക്ക് ഫേസ്ബുക്കിൽ ഏറ്റവും കൂടുതൽ 3D 2500 രൂപയ്ക്ക് 3D ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പരസ്യം കാണും. ശരിക്കും പറഞ്ഞാൽ അതിലൊന്നും ചെന്ന് വീഴാതിരിക്കലാണ് നല്ലത്. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കൃത്യമായിട്ട് കണ്ട് മനസ്സിലാക്കി ചെയ്ത് മേടിക്കുക. പിന്നെ അത്യാവശ്യം നമ്മൾ ഈ പറയുന്ന പോലെ നല്ല അത്യാവശ്യം മോശമില്ലാത്ത റേറ്റ് കൊടുത്തൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവർ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ തരും. സംശയങ്ങൾ ഇതിനിടെ ചോദിക്കാം. 2500 രൂപയ്ക്ക് ഒരു പിക്ചർ കിട്ടും. പൈസ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ മഷിയിട്ട് നോക്കിയാൽ ഞാൻ കാണൂല. സത്യം. നിങ്ങൾക്ക് 2 ആൾക്കും ഇനിയെങ്കിലും ആ പാവം തടിമാടനെ വെറുതെ വിട്ടൂടെ? അതാരാ? തടിമാടൻ ഇയാളെയാണ്. കലാപരമായിട്ട് പറഞ്ഞല്ലേ അത് പറഞ്ഞത് PS മൈസർ. ആർക്കിഫൈഡ് ഫൺ ടോക്സ്. ഒന്ന് ചിരിപ്പിക്കാതെ ഒരു വീഡിയോയും കടന്നു പോകില്ല. ദിസ് വീഡിയോ ഈസ് റിയലി യൂസ്ഫുൾ. അടുത്ത നമ്മുടെ സജീർ നമ്മുടെ എല്ലാവരുടെയും വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആളാണ്. സജീർ പറഞ്ഞിരിക്കുന്നത് ചേരയുള്ളിടത്ത് കോബ്ര വരില്ലെന്ന. അത് അങ്ങനെ അല്ലല്ലോ. ചേരയുള്ളിടത്ത് കോബ്ര വരുമെന്നല്ലേ? ഇതിന് ഇണ ചേരുന്നത് ചേരയും കോബ്രയും തമ്മിലല്ലേ? അതിന് നമുക്ക് വാവാ സുരേഷിന് ഒരു എപ്പിസോഡ് പറഞ്ഞ എനിക്ക് തോന്നുന്നത് അതേന്നാ. ചേരയുള്ളിടത്ത് ഈ പറയുന്ന കോബ്ര ഉണ്ടെന്നാ പറയുന്നത്. കാര്യം ഇത് ഇണ ചേരുന്നത് ചേരയായിട്ട് മാത്രമേ ഈ പറയുന്ന കോബ്ര ഇണ ചേരുകയുള്ളൂ. നിങ്ങൾക്ക് ഇതിനൊക്കെ എവിടെ സമയം? അല്ല, ഞാൻ പണ്ട് ഈ പറമ്പിൽ കളിക്കുമ്പോൾ ഇഷ്ടം പോലെ പാമ്പ് അതൊക്കെ കാണുമ്പോഴത്തേക്ക് പലര് വായ്മൊഴിയായിട്ട് പറഞ്ഞു തന്നിട്ടുള്ള സാധനങ്ങളാണ് അത്. പിന്നെ മാത്രമല്ല, നിങ്ങളുടെ അറിവിലേക്കായിട്ടൊരു കാര്യം പറയാം. ചേരയും കോബ്രയും കണ്ടാൽ ഏകദേശം ഒരുപോലെ ഇരിക്കും. കാര്യം അറിയോ, ഇത് തുടങ്ങിയപ്പോ തന്നെ ഒരു കൈ അകലത്തിൽ ഇരിക്കണം എന്ന് പറഞ്ഞത് ഈ ഒരു കാരണം കൊണ്ടാണ്. ഞാൻ ഇങ്ങനെ കേട്ടിട്ടുള്ളത്, എനിക്ക് അറിയില്ല. അതാ ഒന്നുകൂടെ പറയുന്നത്, എനിക്ക് അറിയില്ല. ഞാൻ ഇങ്ങനെ കേട്ടിട്ടുള്ളത് എൻ്റെ അറിവാണ് ഞാൻ പറഞ്ഞത്. ചിലപ്പോൾ തെറ്റാവാം, ശരിയാവാം. ഓക്കെ, ചിലപ്പോൾ സജീർ പറഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും. ഗേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് സംസാരിക്കാവോ? നമുക്ക് ചെയ്യാം അല്ലേ? ഗേറ്റ്, പലതരത്തിലുള്ള ഗേറ്റുകൾ, അതിന്റെ കാര്യങ്ങളെക്കുറിച്ച് ലോ ബഡ്ജറ്റ് ഗേറ്റ് ഇപ്പോൾ നമുക്ക് ഒരുപാട് രീതി ചെയ്യാൻ പറ്റും. യെസ്. വീഡിയോ കാണുന്ന ചിതൽ ജീവിക്കാൻ സമ്മതിക്കില്ല. അതെ, അതിനായിട്ട് ഇട്ടിരിക്കുന്നത്. അത് കൊള്ളാം. അങ്ങനെ കുറേ രസകരമായ സാധനങ്ങൾ വന്നിട്ടുണ്ട്. അടുത്തത് വീട് കൺസ്ട്രക്ട് ചെയ്യാൻ അണ്ടർഗോയിങ് വർക്കാണ്. ആർക്കിടെക്ചർ വിത്ത് ഫെയിം നൗ യു വാണ്ട് ടു സേവ് സം കോസ്റ്റ് ബൈ ഗെറ്റിംഗ് തിങ്സ് ഫ്രം ആമസോണിൽ നിന്ന് പ്രോഡക്റ്റ് ഒക്കെ പർച്ചേസ് ചെയ്യാമെന്ന് ചോദിച്ചിരിക്കുന്നത്. ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ആമസോണിൽ നിന്ന് വാറണ്ടി ഉള്ള പ്രോഡക്റ്റുകൾ പർച്ചേസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് കൃത്യമായിട്ട് അത് വാറണ്ടി ക്ലെയിം ചെയ്യാൻ പറ്റും കേട്ടോ. ആമസോണിൽ പല ആൾക്കാർക്കും അതിനെക്കുറിച്ചിട്ട് അറിയില്ല. അതല്ല, ഈ റിട്ടേൺ ചെയ്യാൻ പറ്റും. അതൊരു 7 days റിട്ടേൺ പോളിസിയാണ് ആമസോൺ സാറിന് കൊടുക്കുന്നത്. ഇപ്പം നമ്മൾ ഇപ്പോൾ ഒരു ലൈറ്റ് പർച്ചേസ് ചെയ്തു, 1 year വാറണ്ടി ഉണ്ട്. ഒരു 8 മാസം കഴിഞ്ഞപ്പോൾ ഇത് കംപ്ലൈൻറ്റ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്ന് പല ആൾക്കാർക്കും ഡൗട്ടുണ്ട്. ആരെ കോൺടാക്ട് ചെയ്യണം? റിട്ടേൺ ചെയ്തു. വീട്ടിൽ ഇതുപോലെ ഒരു ലൈറ്റ് ഇഷ്യൂ വന്ന സമയത്ത് അവിടെ കസ്റ്റമർ കെയറിൽ വിളിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അത് അവർ ഫോളോ അപ്പ് ചെയ്യുകയും നമുക്കത് മാറ്റി കിട്ടുകയും ചെയ്യും. ഓക്കെ, ആമസോണിൽ നിന്ന് പർച്ചേസ് കൊണ്ട് കുഴപ്പമില്ല, നല്ല റേറ്റ് കുറച്ച് കിട്ടും. പിന്നെ ഒത്തിരി ഷോപ്സ് അവൈലബിൾ ആണ്. നമുക്ക് ഫിസിക്കലി കണ്ട് വാങ്ങിക്കുന്നതിൻ്റെ ഒരു സുഖം
അല്ലേ? ഓരോരുത്തർക്ക് ഓരോ രീതിയാണ്. സൂര്യ ശ്രീകാന്ത് പറഞ്ഞിട്ടുണ്ട് പ്ലീസ് ഡു എ വീഡിയോ അബൌട്ട് പെയിൻസ്. അത് നമ്മൾ പറഞ്ഞാണോ? അതെ, പെയിന്റിനെ കുറിച്ചിട്ട് നമുക്ക് ഒരു എക്സ്പെർട്ടിനെ കൊണ്ടുവന്നിട്ടുണ്ട്, നമ്മളൊരു വീഡിയോ കൃത്യമായിട്ട് ചെയ്യും. Can you do a video on outside stairs to terrace with ടെറസിലേക്ക് ഔട്ട്സൈഡിൽ കൂടെ അല്ലേ? അത് ചെയ്യാം. ഔട്ട്സൈഡ് ചെയ്യുമ്പോഴത്തേക്ക് ഫാബ്രിക്കേഷൻ വർക്കിന്റെ ആവശ്യമൊന്നുമില്ല. ഒരു കോസ്റ്റ് കുറച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത് എപ്പോഴും അല്ലേ? നോർമൽ ഒരു വോൾ ചെയ്താൽ പോരെ. ഈ ഔട്ട്സൈഡ് സ്റ്റെയർ ചെയ്യുന്ന സമയത്തെ ശ്രദ്ധിച്ച് മാത്രം ചെയ്യണം. ഈ പിന്നീട് ഈ അപ്സ്റ്റെയർ റെന്റിനൊക്കെ കൊടുക്കാനുള്ള ഒരു പർപ്പസ് ആണെങ്കിൽ അത്യാവശ്യം വൃത്തിയായിട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അതിൻ്റെ മുകളിൽ കയറാനായിട്ട് പല ആൾക്കാരും ചെറിയ ഈ നമുക്ക് സാധാരണ ഒരു സ്റ്റെയറിൻ്റെ സ്റ്റാൻഡേർഡ് സൈസ് ഒരു 90 മുതലാണല്ലോ സ്റ്റാർട്ട് ചെയ്യുന്നത്. 1 മീറ്റർ എങ്കിലും. അതെ, അല്ല ഈ അപ്സ്റ്റെയറിലേക്ക് വരുന്ന സമയത്ത് ചിലപ്പോൾ ഈ 70 ഒക്കെ വെച്ചിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതായത് വെറുതെ ടാങ്ക് ക്ലീനിങ്ങോ അല്ലെങ്കിൽ ടോപ്പ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം കയറിയാൽ മതിയല്ലോ എന്നുള്ളൊരു ചിന്തയിൽ. അപ്പോൾ അത് കോസ്റ്റ് എഫക്റ്റീവായിട്ട് ചെയ്യാം. അത്യാവശ്യം വിട്ട് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഭാവിയിൽ ഉള്ള പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അടുത്തത്, ഞാൻ വീടിൻ്റെ പെയിൻറ് അടിക്കാൻ ഇരിക്കുകയാണ്. വീട് വെച്ചിട്ട് 6 വർഷമായി. പ്രൈമർ അല്ലാതെ പെയിൻറ് ഇതുവരെ അടിച്ചിട്ടില്ല. പൊട്ടിയിട്ട് പെയിൻറ് അടിക്കാൻ ഇരിക്കുകയായിരുന്നു. അപ്പോൾ പെയിൻറ് മാത്രം അടിച്ചാൽ മതിയോ? പൊട്ടിയിടണ്ടേ? AKRR 90D ഇത്രേ അറിയാവൂ. എന്നാലും നമുക്ക് ഉത്തരം അങ്ങ് പറയാം. പെയിന്റ് ഇടണോ പുട്ടി മാത്രം അടിച്ചാൽ മതി, പെയിന്റ് ഇടണോന്ന് ചോദിച്ചേക്കണം. ഈ പുട്ടി ഇട്ടത് കൊണ്ട് ബിൽഡിങ്ങിന് അല്ലെങ്കിൽ സ്ട്രെങ്ത് കൂടുക കാര്യങ്ങളൊന്നുമില്ല. സാധനം നമുക്ക് ഒരു എന്താ പറയുക, ഫിനിഷിങ്ങിന്റെ വേറൊരു ഇതാണ്. അതായത് നമ്മുടെ ഉള്ള ആ സാധനത്തിന് ഒന്നുകൂടല്ലേ വൃത്തിയായിട്ട് കാണിക്കുക എന്നുള്ളതാണ്. ഒരു കമന്റ് ഉണ്ട്, അത് വായിക്കണം ഇത് കഴിഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പുട്ടിയിടാം. പുട്ടിയിടുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ ക്യാപ്പിലറി ആക്ഷൻ ഉണ്ടെങ്കിൽ 8ന്റെ പണി തിരിച്ച് കിട്ടുന്ന ഒരു സാധനമാണ്. പക്ഷേ നല്ല രീതിയിൽ അതിന് വേണ്ടിയിട്ടുള്ള പ്രിക്കോഷൻസ് ഒക്കെ എടുത്തിട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് പുട്ടിയിടാം. അങ്ങനെ തന്നെ ചെയ്യാം. നമ്മുടെ ഈ ഇടയ്ക്ക് നമ്മുടെ തിരുവനന്തപുരത്തുള്ള RJ അഞ്ജലി അവർ ഇവിടെ വെച്ചുകൊണ്ടിരിക്കുക. RJ അഞ്ജലിയും ഹസ്ബൻഡും. അപ്പം ഞാൻ അവരെ മനോരമയുടെ പ്രോഗ്രാമിന് ഇവിടെ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. എന്നെ കണ്ടപ്പോൾ പിടിച്ചു നിർത്തി ചോദിച്ചതാണ് പുട്ടി വേണോ വേണ്ടയോ എന്ന്. ഞാൻ കഥ പറഞ്ഞോളൊക്കെ പറയാം, പുട്ടി വേണോ വേണ്ടേ പറയാം. അവസാനം ഞാൻ പുട്ടി വേണ്ട, നിങ്ങൾ ധൈര്യമായിട്ട് അല്ലാതെ ചെയ്തോളാൻ പറഞ്ഞ് ഞാൻ ആലോചിച്ച് നോക്കി. അവരുടെ ഇതിൽ കിടപ്പുണ്ട്. ഇനി പുട്ടിയുടെ കമൻറ്റൂടെ വായിച്ചാൽ നമുക്ക് ഈ എപ്പിസോഡ് അവസാനിപ്പിച്ച് അടുത്ത എപ്പിസോഡ് തുടങ്ങാം. ഇപ്പോൾ പുട്ടി വായിച്ച് പുട്ടിയെ ചേർത്ത് വായിക്കണ്ട. വീടുകളുടെ കാര്യത്തിൽ മാത്രമല്ല ബ്രോ, ഒരിക്കൽ ബന്ധുവിൻ്റെ വീട്ടിൽ കല്യാണത്തിന് പോയി. കല്യാണ പെണ്ണിൻ്റെ അനിയത്തിയെ കണ്ടപ്പോൾ തന്നെ ക്രഷ് അടിച്ചു. ആ വീടും തപ്പിപ്പിടിച്ച് ചങ്കിനെയും കൊണ്ട് രാവിലെ തന്നെ വെച്ച് പിടിച്ചു. ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്ന അവളെ കണ്ടപ്പോൾ മനസ്സിലായി ഈ പുട്ടി വെറും തട്ടിപ്പാണെന്ന്. ഇത്തരം ചതികളിൽ നമ്മൾ ആണുങ്ങൾ ഒരിക്കലും വീണു പോകരുത്. ആളുടെ പേരൂടെ പറഞ്ഞേക്കാം. എന്താ കക്ഷിയുടെ പേര്? വടക്കൻ 6390. ആള് വടക്ക. ഇങ്ങനെയുള്ള കാര്യത്തിലൊക്കെ പുള്ളി എക്സ്പെർട്ടാ. പിന്നെ പുട്ടിയുടെ നമുക്കറിയാണ്ട്, അത് പറഞ്ഞോ. പുട്ടിയെ പ്രൊണൗൺസ് ചെയ്ത പട്ടിന്നാന്ന് പറഞ്ഞ ഒരാൾ. പെൺകുട്ടികൾ പുട്ടി ഇടുന്നതിനെ കുറിച്ച് അണ്ണന്റെ അഭിപ്രായം പറഞ്ഞാൽ മതി. എനിക്കൊരു അഭിപ്രായമില്ല. ഇല്ല, പെൺകുട്ടികളല്ലോ, ഞാനല്ലോ. കല്യാണത്തിനാ വർക്ക് കൂടുതൽ. ഇവിടെ മുഴുവൻ ഫൗണ്ടേഷനൊക്കെ ഇട്ട് അതിനുശേഷം അതൊക്കെ ഒന്ന് വൃത്തിയാക്കി അതൊക്കെ ഒന്ന് തേച്ചെടുത്ത് റെഡിയാക്കി. ആൾക്കാർ സാധനം ഇറക്കുന്നത് വിൽക്കാനല്ലേ, മേടിച്ച് വെച്ച് വെറുതെ വെക്കാൻ പറ്റത്തില്ലല്ലോ. പൊന്നു വടക്ക, അതിനകത്തൊന്നും പറയാനില്ല. പക്ഷെ സന്തോഷം കമന്റ് ചെയ്തതിനകത്ത് അല്ലേ, കട്ടക്ക് കൂടെ ഉണ്ട്. ഞാൻ ഇടയ്ക്ക് പറ്റിക്കപ്പെടാറുണ്ട്. അപ്പോൾ ഈ എപ്പിസോഡ് അങ്ങ് വൈൻഡപ്പ് ചെയ്താലോ? അതെ, കുറച്ച് നല്ല രസകരമായിട്ടുള്ള കുറച്ച് കമന്റ്സ് കൂടെ നമുക്ക് ഒരു അടുത്ത എപ്പിസോഡിൽ നമുക്ക് സംസാരിക്കാം. ഇടയ്ക്കിടയ്ക്ക് നമുക്കിതൊരു ശീലമാക്കാം. അതെ അതെ, നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് ഏത് സംശയവും നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. രസകരമായിട്ടുള്ള ആൻസർ നമ്മുടെ കയ്യിലുണ്ടാവും. അതുപോലെ ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരാളും വീഡിയോ കാണാൻ പാവം കിട്ടും. അങ്ങനെ ചെയ്യരുത് അല്ലേ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കണ്ട. പക്ഷേ വീഡിയോ വെക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. തീർച്ചയായിട്ടും അല്ല, ഇവർക്കൊക്കെ ഇത് ഉപകാരപ്പെടുന്ന ഒന്ന് കാണുമ്പോഴേ ഭയങ്കര ഒരു സന്തോഷമാണ്. ഒരു ചെറിയ അറിവെങ്കിലും അല്ലേ നമ്മൾ കാരണം നിങ്ങൾക്ക് കിട്ടുന്നു എന്ന് പറയുമ്പോൾ ഒത്തിരി സന്തോഷം. അപ്പം വി ആർ സൈനിങ് ഓഫ്. RK5 Talks.